ജുസൈന, ഇക്കാൻ്റെ ആ മുണ്ടൊന്ന് എടുത്തോണ്ടെന്നോ. ഇക്കാൻ്റെ പാൻറ്റും ഷർട്ടും ഇസ്തിരി ഇടുന്ന സമയത്തായിരുന്നു ബാത്റൂമിൽ നിന്നും മൂപ്പരുടെ ശബ്ദം കേട്ടത്. ഞാൻ അപ്പോൾ തന്നെ കട്ടിലിൻ്റെ സൈഡിൽ വരിച്ചിട്ടിരിക്കുന്ന മുണ്ടെടുത്തുകൊണ്ട് ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കുളിക്കാൻ പോകുമ്പോൾ എടുത്തുകൂടെ ഇക്കാ? വാതിലിൻ്റെ പുറത്തേക്ക് നീട്ടിയ മൂപ്പരുടെ കയ്യിൽ അത് വെച്ചു കൊടുക്കുന്ന ഇടയിൽ ഞാൻ ചോദിച്ചു. അങ്ങനെ ചെയ്താൽ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് നിന്നും വാങ്ങുന്ന രസമുണ്ടാകില്ലല്ലോ. ഇക്ക അത് വാങ്ങിച്ചു കൊണ്ട് പറഞ്ഞു. ആ, ഇനിയിപ്പോൾ അത് പറയാം. എന്നാലും എടുക്കാൻ മറന്നതാണെന്ന് സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇസ്തിരിയിടൽ പണിയിലേക്ക് തന്നെ തിരിച്ചു. ഇന്ന് സൻഹയുടെ വീട്ടിൽ ഞങ്ങൾക്ക് സൽക്കാരമാണ്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും. അപ്പോൾ അതിന് ഒരുങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും ഉള്ളത്. ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ പിന്നെ അൽഹംദുലില്ലാഹ് നല്ല സുഖമാണ്. ഉമ്മാക്ക് നല്ല കാര്യമാണെന്നെ. പിന്നെ നുഹയുടെ പ്രിയപ്പെട്ട ഇത്താത്തയാണ് ഞാൻ. സൻഹ അത് കേൾക്കണ്ട. അവൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നട്ടപ്പിരാന്തായിരിക്കും. അവൾക്ക് അല്ലെങ്കിലേ എന്നെ ഇഷ്ടമില്ല. ഏട്ടാ ഇനിയിപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്നെ പ്രിയാന്നിങ്ങോട്ട് അറിയുമ്പോൾ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ സൽക്കാരത്തിനൊക്കെ പോവുന്നുണ്ട്. എന്താ അവിടുത്തെ അവസ്ഥ എന്ന് പഠിച്ചോനെ അറിയുള്ളൂ. കാണാൻ വന്നേ എന്നെ ചടപ്പിച്ചതാ. ഇനിയിപ്പോൾ ഞാൻ പോവുന്നുണ്ട്. പേടിയാണ് ആലോചിക്കുമ്പോൾ തന്നെ. ഇതിപ്പോൾ കുറേ വീട്ടിലേക്ക് ഇപ്പോൾ സൽക്കാരത്തിന് ഒരാഴ്ച കൊണ്ട് ഉച്ചക്കായിട്ടും രാത്രിയായിട്ടൊക്കെ ഞാൻ പോയി. പക്ഷെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പം നിനക്ക് നെഞ്ഞത്തിടിയാണ്. ഞാൻ കുളിക്കാൻ ഒരുങ്ങുന്നുണ്ട്, മാറ്റാൻ ഒരുങ്ങുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ ആ വീട്ടിലേക്ക് സൻഹൻ്റെ അടുത്തേക്ക് എങ്ങനെ ചെല്ലാന്ന് ആലോചിച്ചൂടാ. ഇവിടെ ഇപ്പം ഉമ്മയും ഇക്കാക്കിയും ഉപ്പയും നൊഹിയും ഒക്കെ എന്തോ ഒരു ഇതിലപ്പം എന്നോട് കഴിഞ്ഞു കൂടുന്നത്. പക്ഷെ ഈ ഒരു സൻഹനെ ആലോചിക്കുമ്പോൾ എനിക്ക് ബേജാറാണ്. പിന്നെയാണ് ഞാൻ ഇപ്പോൾ പാവപ്പെട്ട കുടുംബത്തിൽ വന്നതും അല്ലേ, ആ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ഓളെ വീടാണെങ്കിൽ വലിയ കൊട്ടാരാന്നൊക്കെ അത് പറഞ്ഞേക്കണ്. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം എന്തൊക്കെയാന്നാവാം. വലിയൊരു പോലീസ് ഓഫീസറെ ഭാര്യയാകാൻ എനിക്ക് അതിനുള്ള ഇതില്ല എന്നപ്പോൾ പറഞ്ഞു നടക്കണത്. ഇനിയിപ്പോൾ അവിടെ ചെല്ലണ ആലോചിച്ചുകൂടാ. ഇന്നലെ രാത്രി തന്നെ എനിക്ക് കിടന്നപ്പോൾ ഉറക്കം വന്നിട്ടില്ല. അവിടേക്ക് സൽക്കാരം എന്നിട്ട് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് ബേജാറ്. അതിൽ എന്തോ ഒരു സമാധാനം ഇനിയെന്നറിയോ. ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ പോവുകന്നെ, പെങ്ങളല്ലേ, പോകാതൊക്കെ പറ്റൂലല്ലോ. നമ്മളിപ്പോൾ എങ്ങനായാലും പെങ്ങന്മാരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓലിഞ്ഞിപ്പോൾ നമ്മളെ എന്ത് പറയുകയാണെങ്കിലും നമ്മൾ സൈക്കിൾ നിർബന്ധമാണ്. ഇനിയിപ്പോൾ എന്ത് തന്നെ കാട്ടിയാലും നന്നെ പൂച്ചാലും നിൽക്കുക. അല്ലാപ്പം എന്താ കാട്ടണത്? എന്തെങ്കിലുമൊക്കെ ഓളെ മനസ്സ് പഠിച്ചോ നന്നാക്കി കൊടുക്കട്ടെ. അല്ലാപ്പം എന്താ അറിയാനാ. ഓക്കിപ്പം എന്ന് പറഞ്ഞാൽ ഈ കാക്കാക്ക് വേറൊരു പെണ്ണിനെ ഓള് കണ്ടുവച്ചില്ലേ. വലിയ ഉള്ളോടത്തുനിന്ന് നല്ല പൈസക്കാരത്തിനെ നല്ല ചൊറുക്കൊക്കെ ഉള്ളതിനെ നോക്കി കണ്ടാണ് ഓള് കണ്ടുക്കണത്. അതിപ്പം നടക്കാതെ പോയില്ലേ. ഞാനിപ്പോൾ ഒരു എത്തിയമായ കുട്ടിയല്ലേ. അപ്പം എത്തിയമായ കുട്ടികളെ ആർക്കും പറ്റുമോ? ചിലവർക്ക് പറ്റൂല. ഇക്കാക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു എത്തിയമായ കുട്ടിനെ കെട്ടണമെന്നും പറഞ്ഞു കണ്ടാണ് ഇപ്പം എന്നെ കല്യാണം കഴിച്ചാൽ വേണ്ടി ഖാദർ കാക്കാനോട് പറഞ്ഞതും കല്യാണം ഉറപ്പിച്ചതൊക്കെ. പക്ഷേ ഓളിങ്ങോട്ട് വന്ന് കാണുമ്പോൾ തന്നെ ഓളൊന്നും വിളിക്കാൻ പറ്റൂല. എന്നാലും ദേഷ്യം വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവാണ്. എന്നാലും വലിയൊരു പ്രായത്തിനൊന്നും മാറ്റില്ല. എന്നാലും എനിക്കെന്തോ പോലെ അങ്ങോട്ട് ആലോചിക്കുമ്പോത്തിന്. ഇക്കാക്ക എന്നെ വന്ന് കാണാൻ വന്ന് ഇഷ്ടമായി. പക്ഷേ ഇവല് കാണാൻ വന്നപ്പോഴേ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടാ. സൻഹ വന്നപ്പം തന്നെ എൻ്റെ ഈ മൊക്കനെ കുത്തലും എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടുകാണ്ട് ഭയങ്കര ദേഷ്യം കാട്ടി കുറേ പിറുപിറുത്തുകണ്. പിന്നെ നുഹ അങ്ങനെയല്ലേ കേട്ടോ. ആദ്യം നല്ല ഇതിൽ തന്നെയാണ്. അതേ നല്ലൊരു പിന്നെ മുട്ടായി കൊടുക്കാൻ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സുഖം എനിക്ക് തന്നിട്ടില്ല. ഞാൻ പിന്നെ ഒക്കെ ക്ഷമിച്ച് പിന്നെ കുറേ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്നിട്ടെന്ന് വിചാരിച്ചാണ്ട് മൈൻഡ് ചെയ്യാമെന്ന്. ഏതായാലും ഇനിയിപ്പോൾ കുളിച്ചാനും ഒരുങ്ങാനൊക്കെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതന്നെയല്ല അപ്പോൾ എന്താ കാട്ടണേ. ഏതായാലും പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ഇനിയിപ്പോൾ എന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ ഓലോടക്ക് ചെന്നതല്ല. അപ്പം ഇനി ചിലപ്പം വല്ല മൈൻഡും എന്നോട് കാട്ടുമോ, നല്ല മൈൻഡോട് കൂടി നിൽക്കുമോ. കാരണം നല്ലൊരു തറവാട്ടിൽ പറഞ്ഞ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓലെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും നമ്മളോട് നല്ലൊരു പെരുമാറ്റം കാണിക്കുമല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായി കിട്ടിയാൽ ഞാൻ കഴിച്ചിലായി. എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അവസ്ഥ പറയാനുണ്ടാവില്ല. ഏതായാലും പോയി നോക്കട്ടെ. ഉമ്മയും നുഹയൊക്കെ ഉണ്ടോ, പിന്നെ എൻ്റെ കാക്കി ഉണ്ടല്ലോ, പിന്നെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പിന്നെ ഉപ്പിയുണ്ട്, ഓലൊക്കെ ഉണ്ടല്ലോ. ഓലൊക്കെ ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടങ്ങാറാക്കുകയാണെങ്കിലും സപ്പോർട്ട് എന്നെ ചെയ്യുമെന്ന് വിചാരിക്കണം. ഏതായാലും പോകാനും ഒരുങ്ങട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കാക്ക എപ്പോഴും നല്ലൊരു എന്നൊരു ചെറിയ കുട്ടികളെ മാതിരിയാണ് കാണുന്നത്. അതന്നെ എനിക്ക് വലിയൊരു സമാധാനമാണ്. എങ്ങനെയെന്നാവും അത് പോലീസ് ഒക്കെ ആയത്, ഇത്രയും വലിയൊരു പോലീസ് ഓഫീസറൊക്കെ ആയത് എങ്ങനെയെന്ന് തന്നെ ഒരു പിടുത്തം കിട്ടണില്ല. അതുകൊണ്ട് ആലോചിക്കുമ്പോൾ ഒരു പിന്നെ ഇനിയിപ്പോൾ ഡ്യൂട്ടി സമയത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡ്യൂട്ടി സമയത്ത് വലിയ ഗൗരവത്തോടു കൂടിയാണോ ഇനിയിപ്പോൾ വീട്ടിൽ ഉമ്മാനോടും ഉപ്പാനോടും എന്നോടും ഇവർ പെങ്ങന്മാരോടൊക്കെ നല്ലൊരു സ്നേഹത്തോടു കൂടി പെരുമാറണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയാം. എൻ്റെ പഠിച്ചോനെ 12 മണിയോ? ഇന്നും ഞാൻ ലേറ്റായോ എൻ്റെ റബ്ബേ. ഇനി എനിക്കും കൂടി കുളിക്കാനുണ്ടല്ലോ. ഈ ഇക്കയാണെങ്കിൽ ഒന്നും ഇറങ്ങണമില്ല.
ഇത്രയോ നേരമായി കയറിയിട്ട്. സമയം കണ്ട് ഞെട്ടിയ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഇസ്തിരി ഇടുന്ന പണി തീർത്തു. എന്നിട്ട് ഇക്കാനെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴായിരുന്നു അതിൻ്റെ ഡോർ തുറന്നുകൊണ്ട് മൂപ്പർ റൂമിലേക്ക് ഇറങ്ങി വന്നത്. എന്താണ് പ്രശ്നം? എൻ്റെ മുഖത്തിൻ്റെ ഭാവം കണ്ടിട്ടാണ് തോന്നുന്നു മൂപ്പർ എന്നോട് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു. നിങ്ങളെ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് വേഗം ഒരുങ്ങിക്കോളി. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അലമാരയിൽ നിന്നും എൻ്റെ ഡ്രസ്സ് എടുത്തതിന് ശേഷം കുളിക്കാൻ വിട്ടു. എല്ലാവരും റെഡി ആയില്ലേ? അപ്പോൾ ഇനി ഇറങ്ങാലേ? ഞാൻ കുളിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കേട്ടത് താഴെ നിന്നുള്ള എൻ്റെ ചോദ്യമാണ്. നല്ല ആള്. എനിക്ക് കുളിക്കാനുള്ള സമയം കൂടി എടുത്തിട്ട് മാറ്റി ഒരുങ്ങി കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇറങ്ങാൻ നിൽക്കുന്നു. ഇവിടെ ഞാനുണ്ടെന്നൊരു ബോധവും അയാൾക്കില്ല. എന്നാൽ പിന്നെ മൂപ്പര് ഒറ്റയ്ക്ക് പോകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം തന്നെ പർദ്ദയിട്ട് ഒരുങ്ങിയതിനു ശേഷം താഴേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അവിടെ ആരുമില്ലായിരുന്നു. ഇക്കയുമില്ല, ഉമ്മയുമില്ല, ഉപ്പയുമില്ല, നുഹ പോലുമില്ല. അപ്പോൾ എല്ലാവരും ശരിക്കും എന്നെ കൂട്ടാതെ പോയി എന്നർത്ഥം. എനിക്കപ്പോൾ നല്ലോണം ദേഷ്യവും സങ്കടവും കയറി വന്നു. ആകെ കൂടി ചടച്ചുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിടാൻ വേണ്ടി തിരിച്ചു മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു പുറത്തു നിന്നും ഒരു ഹോണടി കേട്ടത്. അപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും എല്ലാവരും കൂടി കാറിലിരുന്നു കൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്നു. എൻ്റെ ജുസൈന, നിന്നെ കൂട്ടാതെയാണോ ഞങ്ങൾ കല്യാണ സൽക്കാരത്തിന് പോകല്? അവിടെ എത്തിയാൽ പുതിയ പെണ്ണ് എവിടെ എന്ന് ചോദിച്ച് ഞാൻ എന്ത് മറുപടി പറയും ആളുകളോട്? കാറിൽ ഗ്ലാസ്സൊക്കെ താഴ്ത്തിക്കൊണ്ട് ഇക്ക എന്നെ നോക്കി പറഞ്ഞു. ഓഹോ, അപ്പോൾ ആളുകളെന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടുവന്നല്ല എനിക്ക് വേണ്ടി കാത്തു നിന്നത്. ഞാൻ അങ്ങനെ മനസ്സിൽ പിറുപിറുത്തു കൊണ്ട് വീട് ലോക്ക് ചെയ്തതിനു ശേഷം സിറ്റൗട്ടിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയ ഞാൻ ബാക്ക് സീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു. മുന്നിലെ സീറ്റിൽ ഉപ്പയും ഇക്കയുമാണ് ഇരിക്കുന്നത്. ബാക്കിൽ ഞങ്ങൾക്ക് 3 പെണ്ണുങ്ങൾ. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഡോർ അടച്ചതിനു ശേഷം ഇക്ക കാർ സ്റ്റാർട്ട് ചെയ്തു. ദിക്റൊക്കെ ചൊല്ലിയതിനു ശേഷം ഞങ്ങൾ സൻഹയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അല്ല ജലീലെ, ഞാൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞല്ലേ ജുസിമോൾ ഇങ്ങനെ പറ്റിക്കണ്ടെന്ന്. ഇപ്പം എന്തായി? ഒക്കെ എന്ത് സങ്കടം ഉണ്ടെന്നറിയോ? നമ്മളെല്ലാവരും പോയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഓള് നേരെ മേലേക്ക് കയറാൻ ഒരുങ്ങിയല്ലോ, അതൊക്കെ മാറ്റിയിടാൻ വേണ്ടി. എന്തൊരു സങ്കടം ഉണ്ടാവും? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതും പറഞ്ഞുകൊണ്ട് ഉമ്മ എന്നെ നോക്കിക്കാണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ഞാൻ ആ പുറത്തേക്ക് നോക്കിക്കണ കണ്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം തോന്നിയാണ്. ജലീലിക്കാനെ ഇമ്മ നല്ലോണം അങ്ങോട്ട് ചീത്ത പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അങ്ങനെ തന്നെ വേണം ഇക്കാക്ക്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരാളെങ്കിലും ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിരിക്കുകയൊന്നുമല്ലായിരുന്നു. ഇക്ക ഒപ്പിച്ച തമാശ ആദ്യം എന്നെ ദേഷ്യപ്പെടുത്തിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് വെറുമൊരു രസത്തിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാലും എനിക്കത് രസിച്ചു എന്ന് ഇക്ക അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദേഷ്യമുള്ളതുപോലെ അഭിനയിച്ചു ആരോടും മിണ്ടാതെ വണ്ടിയിലിരുന്നത്. ഉമ്മാന്റെ വഴക്ക് കേട്ടപ്പോൾ ഇക്കാന്റെ മുഖഭാവം മാറി. ചെറിയൊരു കുറ്റബോധം മൂപ്പരുടെ മുഖത്തിന്മേൽ നിഴലിച്ചു. അപ്പോൾ തന്നെ മൂപ്പർ എന്നെ റിവോൾവോമീറ്ററിലൂടെ ഒന്ന് നോക്കി. ഞാനാണേൽ ഈ ലോകത്ത് പുറത്തു കാണുന്ന റോഡിനേക്കാൾ വേറെ നല്ല കാഴ്ചയില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്നും കണ്ണെടുത്തില്ല. പിന്നെയും 1-2 തവണ എനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇക്ക അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പുറത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ ഇരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടത് സൈഡിലൂടെ ആണ് ട്ടോ. എങ്ങാനും ഇക്കാനെ നോക്കിയാൽ അപ്പോൾ ഞാനിതുവരെ ഉണ്ടാക്കിയെടുത്ത ബിൽഡപ്പൊക്കെ പൊട്ടിപ്പോയിട്ട് ഞാൻ ചിരിക്കുമെന്നുറപ്പാണ്. അത് സംഭവിക്കാതെ നിൽക്കാൻ വേണ്ടി ഞാൻ ഇക്കാനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൻഹയുടെ വീട്ടിലെത്തി. വണ്ടി അവരുടെ മുറ്റത്ത് നിർത്തേണ്ട താമസം തന്നെ ഞാനതിൽ നിന്നും ഇറങ്ങി. എൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നുഹയും ഉമ്മിയും ഉപ്പയും ഇറങ്ങി. ഏറ്റവും അവസാനം ഇക്ക വണ്ടി ഓഫ് ചെയ്ത് പുറത്തിറങ്ങി. എന്നോടെന്തോ പറയാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു സൻഹ അവിടേക്ക് വന്നത്. ചുവപ്പ് നിറത്തിലുള്ള ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അവൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചതിനു ശേഷം എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്തുള്ള ചിരി മാഞ്ഞു. അല്ല ജുസൈന, ഇജ് പർദ്ദ ഇട്ടിക്കണത്? ഇജ് പർദ്ദ ഇട്ടുകാണ്ട് അങ്ങോട്ട് വന്നത്? ഞാൻ ആദ്യം വിചാരിച്ചാണ് ഇജ് പുറത്തിട്ടന്നെ വരുള്ളൂന്ന്. ഇന്നെ മാനം കെടുത്താൻ ഇജ് വന്നത്. ഇവിടെ ഇനി വലിയ പരിപാടിയാ. അന്ന് അങ്ങോട്ട് നോക്ക്, എത്ര ആളുകൾ അവിടെ. എൻ്റെ മാതിരി നക്കാപ്പിച്ചക്ക് വഴിയില്ലാത്ത സൽക്കാരല്ല ഞാൻ നടത്തണത്. വലിയ പരിപാടിയാണ് ഞാൻ നടത്തണത്. എന്തൊരു മോശമുണ്ട് എനിക്ക്. അല്ലെങ്കിലേ എനിക്കൊരു എൻ്റെ ആങ്ങളെ ഒരു യത്തീമായ കുട്ടിനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല.
എന്നിട്ടാണോ ഇപ്പം ഈ പർദ്ദ ഇട്ട് വന്നിക്കണത്? എത്ര നല്ല ഡ്രസ്സ് ഞാൻ എനിക്ക് വാങ്ങി വെച്ചിക്കണ്. ഞങ്ങളന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എത്ര ഡ്രസ്സ് എനിക്ക് നല്ല നല്ല വാങ്ങി വെച്ചത്. ഏതെല്ലാം മോഡൽ വാങ്ങിയാണ്. എനിക്ക് എന്നെ കാണാൻ വന്ന അന്ന് തന്നെ തോന്നിയാണ് നീ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന്. അന്ന് തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഓ എൻ്റെ ഉമ്മാക്കും എൻ്റെ പാപ്പാക്കും അന്നെ തന്നെ മതി. അതുകൊണ്ട് ഉണ്ടായതാണ് ഇപ്പോൾ ഇത്. എന്താ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം? ആൾക്കാർ കാണും എന്നോടിപ്പോൾ എന്താ ഈ പറഞ്ഞു കൂട്ടണേ വിചാരിച്ചാണ്ട്. ഏതായാലും ആകെ മാനം കെട്ട്. ഈ പർദ്ദല്ലാത്തൊരു സാധനം എനിക്ക് കിട്ടിയില്ലേ? ഞാൻ ആ കാറിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് കണ്ടുകണ് എൻ്റെ ഒരു കളർ ഒരു പച്ച. അപ്പം വിചാരിച്ച് വേറെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരികയാണെന്ന്. ഇപ്പം നോക്കുമ്പോൾ ഇജ്ജ് പർദ്ദ ഇട്ടാ വന്നുകള്. എന്തിനാ നല്ലത്? എന്തൊരു മാനക്കേടുണ്ട്. എൻ്റെ ഈ മക്കനൊക്കെ ഒന്ന് ഊരി എറിഞ്ഞൂടാ എനിക്ക്? കണ്ടാലും മതി മനുഷ്യന്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം. ഇനിയിപ്പോൾ എന്നെ എങ്ങനെ ഞാൻ മറ്റുള്ളവരെ അടിക്കാണ്ട് തന്നെ ഒന്ന് കാഴ്ച വസ്തുവയ്ക്ക് നിർത്തുക? ഇവിടെ എവിടെയും നിന്നോ? അതപ്പം നല്ലത്. അല്ല അപ്പം അന്യം കൊണ്ട് ഞാനിപ്പോൾ വലിയ സൽക്കാരമൊക്കെ കഴിച്ച് എനിക്ക് ആദ്യം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയേനി നല്ലൊരു ഡ്രസ്സ് ഇട്ട് വരാൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മക്കന ഇവിടെ ഉണ്ടാകാൻ പറ്റൂല കേട്ടോ. മക്കന ഇപ്പം തന്നെ ഊരിക്കാൾ. ഞാൻ ഒരു ചുരിദാർ തരാം ഇവിടെ നിന്ന് ഇടാൻ. ഞാൻ പറഞ്ഞോളാം എനിക്ക് ചൂടെടുത്തിട്ടാണ് മാറ്റിയതെന്ന്. കാരണം ഇനിയും കുറേ ആൾക്കാർ വരാണ്ട്. എനിക്കൊരുപാട് ഫ്രണ്ട്സും കാക്കാക്ക് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ വരാനുള്ളതാണ്. ഇക്കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടരെ മാതിരിയല്ല. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരാനുള്ളതുകൊണ്ട് ഇജ്ജ് എന്ത് ചെയ്യണം? ഈ പർദ്ദ ഊരിക്കാളാ. ഈ പർദ്ദ ഊരിയിട്ട് ഞാൻ നല്ലൊരു മോഡൽ ഡ്രസ്സ് അരക്കൈയൊക്കെ കുറവായിരിക്കും, ഒക്കെ സഹിക്കേണ്ടി വരും. അരക്കയ്യേ ഉള്ളൂ, അതിട്ടാൽ മതി. വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഷോൾ ഇട്ട് നിന്നോ കേട്ടോ. ഞാനാ പറഞ്ഞത്. അത് മാറ്റാതെ ഇത് മാറ്റാതെ ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇതെല്ലാം കൂടി ജലീനോട് പറഞ്ഞു കൊടുക്കും വേണ്ട. തലേണ മന്ത്രമൊന്നും നടത്തണ്ട കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇജ്ജ് എന്ത് ചെയ്യുക? അകത്തേക്ക് വാ. അകത്തേക്ക് വന്നിട്ട് ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ടോ. അല്ല പറ്റൂല. ഇത്ത, ഞാൻ സങ്കടത്തോടു കൂടി ഇത്താനെ വിളിച്ചു. ഇത്ത പ്ലീസ്, ഞാനിത് മാറ്റണില്ല. എനിക്കത് മാറ്റിക്കാൻ കഴിയൂല. അതുകൊണ്ടാ പ്ലീസ്, ഇത് മാത്രം ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കണില്ല. വേറെ എന്തും വേണമെങ്കിൽ അനുസരിക്കുക ഇത്ത. പ്ലീസ് പ്ലീസ് ഇത്ത. യാ അല്ലാ, ഇതൊരു നീണ്ട പരിപാടി തന്നെയാകും, ഞാൻ മനസ്സിൽ പറഞ്ഞു. അല്ലാ, ഞാനിത് പറയണതിൻ്റെ ഇടയിൽ അവൾ എന്നെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നു? ഞാൻ ദീനിയായ കുടുംബത്തിൽ വളർന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചതും. ചെറുപ്പത്തിലേ എൻ്റെ ഉമ്മ എനിക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചു തന്നതും. ഔറത്തൊക്കെ മറച്ചിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങണ സമയത്ത് മക്കനൊക്കെ ഇട്ടിട്ടാണല്ലോ ഇറങ്ങല്. പിന്നെ എന്തിനാ ഞാൻ അവളെങ്ങനെ പേടിക്കണേ? ഞാൻ നല്ലൊരു പാര വെച്ചു കൊടുത്താലോ? ഞാനിങ്ങനെ ഒന്ന് പറയാൻ ശ്രദ്ധിച്ചാലോ? അല്ലാ, ഇന്നിടാൻ ഡ്രസ് കോഡ് വല്ലതും ഉണ്ടായിരുന്നോ? എന്നോട് ഉമ്മിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മിയെ നോക്കി. ഉമ്മിയുടെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഉമ്മിക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടെന്ന്. നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സൻഹ, ഇന്ന് ഡ്രസ് കോഡ് ഉണ്ടെന്ന്. പറഞ്ഞിരുന്നാൽ ഞാൻ ഇവളോട് പറഞ്ഞിനി അതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഈ പർദ്ദക്ക് പകരം ഇടാനേ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇക്ക അവളോട് പറഞ്ഞു. അപ്പോഴെനിക്ക് ശരിക്കും സന്തോഷമായി. മൂപ്പരോട് നേരത്തെ തോന്നിയ ദേഷ്യമൊക്കെ മൂപ്പരങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ലാതെയായി. ഏതായാലും ചോദിച്ചത് അബദ്ധമായി എന്ന് മനസ്സിലാക്കിയിട്ടെന്ന പോണെ തോന്നുന്നു. സൻഹ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതെ ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും കയറിയതിനു ശേഷം അവസാനമായി ഞാൻ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നെ പോകാൻ വിടാതെ സൻഹ എൻ്റെ കൈ പിടിച്ചു വെച്ചത്. ഡി, നീ എൻ്റെ കുടുംബത്തെ എൻ്റെ എതിരെ തിരിച്ചുവല്ലേ? ഇജ്ജ് എന്ത് പറഞ്ഞാടി എൻ്റെ കാക്കാനെയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും എൻ്റെ അനിയത്തിനൊക്കെ മയക്കെടുത്ത്? ആകെ ഒരാഴ്ചയായിട്ടുള്ളൂ, അപ്പോത്തിന് ഇജ്ജ് ഇങ്ങനെയൊക്കെ മയക്കെടുത്തില്ലേ? ഇങ്ങനെയൊക്കെ മയക്കെടുക്കാൻ എനിക്ക് കഴിയൂലേ? അത് ശരി, നീ ആള് കൊള്ളാലോ. നല്ല മക്കനിട്ടുണ്ട് ഉള്ളിൽ ബീവി ആയിക്കാണ്ട് എല്ലാവരും മയക്കെടുക്കാൻ നല്ലോണം അറിയാലേ. എന്താടി ഇജ്ജ് ഇങ്ങനെയൊക്കെ? നീ എന്താടി ചെയ്തത്? നീ എന്ത് മരുന്നാടി എൻ്റെ അമ്മാക്കും അപ്പാക്കും കൊടുത്തത്? കാരണം ഞാനിതൊന്ന് പറഞ്ഞേന് അവർക്ക് ഒരു ഇതും ഇല്ലല്ലോ, ഒരു സങ്കടവും ഇല്ലല്ലോ. അവരെൻ്റെ സൈഡ് നിന്നില്ലല്ലോ. ഇത്രയും കാലം എൻ്റെ ഉമ്മ എൻ്റെ കൂടെ നിന്ന് ഓല് പെട്ടെന്ന് എൻ്റെ കെട്ടിയും പോട്ടെ, ഓൻ്റെ ആങ്ങളെയാണെങ്കിലും കെട്ടിയും പോട്ടെ, കാരണം ഇനി തലേണ മന്ത്രം നടത്തിയതുകൊണ്ട് അവൻ മാറും, 100% ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തി എങ്ങനെയടി ഇത്ര പെട്ടെന്ന് മാറിയത്? എന്താടി ഈ ചെയ്തത്? പറഞ്ഞു കൊണ്ടടി. ഒരിത്തിരി പോലും ഓല് എൻ്റെ സൈഡ് നിന്നില്ലല്ലോ. എൻ്റെ സൈഡാണല്ലോ നിന്നത്. ഓലും ഈ കൂടിനെ പാര വെച്ച് കളിയാക്കി ചിരിച്ചിരടി. എന്താടി എൻ്റെ വിചാരം? നീ എന്താടി നീ ചെയ്തത്? അപ്പം ഞാൻ മനസ്സിൽ അവളോട് പറഞ്ഞു, ഞാൻ ചെയ്യാനെന്താ, ഞാൻ എല്ലാവരോടും സലാം ചൊല്ലും ആദ്യം കണ്ടാൽ. എന്നിട്ട് നല്ലൊരു മട്ടത്തിൽ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിക്കും. അതാ ഞാൻ ചെയ്യുന്നത് മനസ്സോട് പറഞ്ഞു. അല്ലാതെ എനിക്ക് അവളോട് ഒന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ പേടിച്ച് നിൽക്കുകയാണ്. ഞാനതും പറഞ്ഞതിന് ശേഷം
വല്ല മനസ്സുകൊണ്ടാവും പറഞ്ഞാണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. അകത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് സൻഹ വലിയ പരിപാടിയാണെന്ന് വെറുതെ പറഞ്ഞതൊന്നുമല്ല എന്ന്. സാധാരണ ഞാനിതുവരെ പോയ സൽക്കാരത്തിനൊക്കെ ആകെ ഞാനും ഇക്കയും പിന്നെ ക്ഷണിച്ച സ്ഥലത്തുള്ള അവരുടെ കുടുംബവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടിപ്പോയാൽ ഞങ്ങളുടെ കൂടെ ഉമ്മയും ഉപ്പയും നുഹയും ഉണ്ടാകും, അത്ര തന്നെ. എന്നാൽ ഇവിടെയൊരു ചെറിയ കല്യാണത്തിനുള്ള ആളുകൾ തന്നെയുണ്ടായിരുന്നു. സൻഹയോട് നേരത്തെ സംസാരിച്ചു നിന്നതുകൊണ്ട് ഞാനവിടെ എത്തിയപ്പോഴേക്കും ഉമ്മിയും നുഹയും അപ്രത്യക്ഷമായിരുന്നു. പിന്നെ എനിക്ക് ആരും അവിടെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇടയില്ലാതെ തപ്പാൻ തുടങ്ങി. കുറേ നേരമൊന്നും വരെ തിരയേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും ഹാളിൻ്റെ സൈഡിൽ അവർ രണ്ടുപേരും ഏതോ ഒരു പെണ്ണിനോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ പെണ്ണിനെ കാണാൻ ഏകദേശം എൻ്റെ പ്രായം തോന്നിക്കും. ഒരു നീല ഗൗണൊക്കെ ഇട്ടുകൊണ്ട് പരിപാടിയുടെ തന്നെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി നിൽക്കുന്ന അവളെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏതോ ഒരു പണക്കാരൻ്റെ മകളാണെന്ന്. ഞാൻ അങ്ങനെ അവരെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ പിറകിൽ വന്നുകൊണ്ട് സൻഹ എന്നെയൊന്ന് ചൊറിഞ്ഞത്. അതാരാണെന്ന് മനസ്സിലായോ എനിക്ക്? ആ, എനിക്ക് മനസ്സിലാവൂല. എൻ്റെ മാതിരി ദാരിദ്ര്യവാസിയല്ല കേട്ടോ, എൻ്റെ മാതിരി എത്തിയമായ കുട്ടിയൊന്നുമല്ല. അതെ, വലിയ ഹോസ്പിറ്റലിൻ്റെ ഓണറെ മോളാ. വലിയ ഹോസ്പിറ്റലിൻ്റെ ഈ സിറ്റിയിലെ തന്നെ വലിയ പേര് കേട്ട ഹോസ്പിറ്റലിൻ്റെ വലിയ ഓണർ മോളാ. ഓളെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ലേ, അവൾ ആ ഒരു മൊഞ്ചും ആ ഒരു നിൽപ്പൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ പണക്കാരൻ്റെ മോളാണെന്ന്. എന്നെ കണ്ടാലടി എങ്ങനെയായാലും ഒരു ഉണക്കപ്പറിച്ചെന്ന് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ദാരിദ്ര്യവാസി. ഓ, ഹിബ ഷെറിൻ എൻ്റെ ഫ്രണ്ടാടി. പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവളെ പേര് ഹിബ ഷെറിൻ, എൻ്റെ ഫ്രണ്ടാ. എൻ്റെ റബ്ബേ, ഈ പെണ്ണ് ഇവിടെയും എത്തിയോ? മനുഷ്യൻക്കൊരു സൗര്യവും തരില്ലല്ലോ ഇവൾ എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവൾക്കൊരു മറുപടിയും കൊടുക്കാതെ തന്നെ നിന്നു. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടറിൻ്റെ ഏതോ ഒരു മകളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? എൻ്റെ മൗനം പ്രോത്സാഹനമായി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവൾ വീണ്ടും എന്നോട് ഹിബയെക്കുറിച്ച് പറഞ്ഞു. ഇവളെ എനടി ആദ്യക്കാക്കാൻ്റെ പെണ്ണാക്കാൻ വേണ്ടി ഉമ്മി കരുതിന്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ ഫാമിലിക്ക് പറ്റിയ സ്റ്റാൻഡേർഡുള്ളതാണ് ഇവള്. ഒരു സിറ്റി കമ്മീഷണറുടെ ഭാര്യയാകാനേ നിന്നേക്കാളും എത്രയോ അനുയോജ്യമായെന്ന് ഇവള്. അവളെ പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കേനി. അപ്പോഴാണ് കാക്കാക്ക് അത് പറ്റിയില്ല. അവനൊരു എത്തീമിനെ കെട്ടണമെന്ന് അതിനൊരു വാശി പിടിച്ചും ചെയ്ത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത്. നിൽക്കാൻ പോലും എനിക്കിവിടെ ഇത് കിട്ടൂലേനി അല്ലെങ്കിൽ. അല്ലെങ്കിലും ഇപ്പം ഇങ്ങനത്തെ വലിയ പരിപാടിക്കൊക്കെ എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയൂല. ഇങ്ങനൊരു നാത്തൂനോ ഇങ്ങനൊരു നാത്തൂൻ്റെ വീട്ടിൽ വലിയൊരു പരിപാടിയോ പോലും എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു ദരിദ്രവാസിൻ്റെ അടുക്ക് തന്നെ എന്നെ കല്യാണം കഴിക്കുക. ഒരു സിറ്റി കമ്മീഷണർ കൊണ്ട് എന്നെ കല്യാണം കഴിക്കേ. ഇവളാടി ഞങ്ങൾ എല്ലാത്തിനും ചോദിച്ച പെണ്ണ്. ഇവളെ ഞങ്ങൾ ആദ്യമേ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലല്ല ഇപ്പോൾ ഇത് കേട്ട ഓന് എത്തീമിനെ കിട്ടണമെന്ന്. അതും അന്നെ. എത്തീമായാലും കുഴപ്പമില്ലേനി, ഇത് തല ആകെ മൂടി പൊതച്ച് കെട്ടി പറന്നിട്ട് സൽക്കാരത്തിന് വരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അന്നെപ്പോലൊരു പെണ്ണിനൊന്നും ഞാൻ സൽക്കരിക്കാൻ പാടില്ലേനി. പിന്നെ ഇപ്പം ഇതെൻ്റെ ആങ്ങളായിപ്പോയില്ലേ, ഞാൻ അപ്പോൾ ഇത് സൽക്കരിക്കാൻ പറ്റൂലല്ലേ. പക്ഷെ എന്താപ്പം ചെയ്യാൻ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പുച്ഛ സ്വരത്തിൽ അവൾ എന്നോട് പറഞ്ഞു തീർത്തു. സത്യം പറഞ്ഞാലേ കേട്ടപ്പോൾ എനിക്ക് അവളോട് സഹതാപം മാത്രമാണ് തോന്നിയത്. അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ടിനെ സ്വന്തം കുടുംബത്തിലെ ഒരംഗമാക്കാൻ ആഗ്രഹിച്ചുള്ള അത് നടക്കാതെ വന്നപ്പോഴുണ്ടായ ദേഷ്യമാണ് അവളോടെന്ന് എനിക്കിപ്പം കാണിക്കണത് അവൾ എന്നോട്. ഏതായാലും അവളുടെ സംസാരമൊക്കെ കേട്ടു അത് തലയിൽ കയറ്റി ആലോചിച്ചു കൂട്ടാൻ നിന്നാൽ എനിക്ക് പിന്നെ അതിന് മാത്രമേ നേരമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആവശ്യമുള്ള വേറെ കാര്യങ്ങൾ ആലോചിക്കാൻ കൂടി എനിക്ക് സമയം തികയുന്നില്ല. എന്നിട്ടല്ലേ ഇത്. അവൾ പറഞ്ഞതൊക്കെ ഇപ്പുറത്തെ ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ പുറത്താക്കിക്കൊണ്ട് ഞാൻ ഉമ്മിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയ എന്നെ ഉടനെ തന്നെ ഉമ്മി ഹിബക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഹിബ, ഇതാണ് ഫാത്തിമ ജുസൈന, ജലീൽ കെട്ടിയ പെണ്ണ്. ഉമ്മി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാനൊന്ന് അവളുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിന് വിപരീതമായ ഒന്നായിരുന്നു അവളുടെ മുഖഭാവം. അവൾ എന്നെ തന്നെ ആകെ ഞെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. ജുസൈന, ഇത് നീയാണോ? മാഷാ അല്ലാ, ഇത് നല്ല സർപ്രൈസായി പോയല്ലോ. നിനക്ക് എന്നെ മനസ്സിലായോ? പണ്ട് സ്കൂളിൽ കണ്ട ഫ്രണ്ട്സായിരുന്നു നമ്മൾ, നീയും ഞാനും ജെബിനും. എടി, ഇത് ഷെറിനാണ്. ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ?
എൻ്റെ കൈ രണ്ടും പിടിച്ചുകൊണ്ട് അവൾ എന്നോട് ആവേശത്തിൽ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് പണ്ട് സ്കൂളിൽ വെച്ച് കണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബെഞ്ചിമേലിരുന്നത് ഓർമ്മ വന്നത്. ഇവളുടെ ജെബിൻ്റെയും കൂടെ ഞാൻ ബെഞ്ചിലിരിക്കുന്ന ഒരു പിക്ചർ കടന്നു വന്നു. യാ അല്ലാ ഷെറിൻ, ഇപ്പോഴോർമ്മ കിട്ടി. നിന്റെ പേരിൽ ഒരു ഹിബയുണ്ടെന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു. ആ, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. അന്ന് 8ാം ക്ലാസ്സിൽ നിന്നും നാടുവിട്ട ആളാണ്. എന്നിട്ടിപ്പോഴാണ് ഒന്ന് പൊങ്ങി വന്നത്. ഏതായാലും ഇപ്പോഴെങ്കിലും നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളുടെ ഈ സംസാരമൊന്നും ഒരാൾക്ക് തീരെ പറ്റിയിട്ടില്ല എന്ന് ആ ആളിൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഞാൻ ഷെറിനോട് സംസാരിക്കുന്നതൊക്കെ അണ്ടിപോയ അണ്ണാനെ പോലെ സൻഹ നോക്കി. ഞാൻ കണ്ടു അവളങ്ങനെ നോക്കി നിൽക്കുന്നത്. എനിക്ക് അവളോട് പാവം തോന്നി. ഉമ്മിക്കാണാൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഫ്രണ്ട്സാണെന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷവുമുണ്ട്. അല്ല, അപ്പോൾ നീയാണല്ലേ ജലീലിക്കാൻ്റെ ബീവി? എന്നോട് സൻഹ പറഞ്ഞിരുന്നത് ഏതോ ഒരു യത്തീമിനെയാണ് ജലീലിക്ക കെട്ടിയതെന്നായിരുന്നല്ലോ. കാണാനും തീരെ മൊഞ്ചില്ല, ചീത്ത സ്വഭാവമാണ് എന്നൊക്കെ ആയിരുന്നല്ലോ നിന്നെക്കുറിച്ച് എനിക്ക് അവൾ ആ മുഖം തന്നിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് സൻഹയെ നോക്കി അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് മുഴുവനും തെറ്റൊന്നുമല്ല ഷെറിൻ. ഇക്ക കെട്ടിയത് ഒരു യത്തീമിനെ തന്നെയാണ്. ഞാൻ അവളോട് പറഞ്ഞു. എന്ത് യത്തീമോ? അപ്പോൾ നിന്റെ? അവൾ ചോദ്യം മുഴുവനാക്കാതെ നിർത്തി. എൻ്റെ ഉമ്മയും ഉപ്പയും ഇക്കാക്കമാരുമൊക്കെ ഒരു ആക്സിഡൻറ്റിൽ 5 കൊല്ലം മുമ്പ് മരണപ്പെട്ടു. ഞാൻ അവളുടെ ചോദിക്കാത്ത ചോദ്യത്തിന് മറുപടി കൊടുത്തു. യാ അല്ലാ, യത്തീമാണോ നീ പറയുന്നത്? 5 കൊല്ലമെന്ന് പറഞ്ഞാൽ നിനക്ക് 14-15 വയസ്സ് ആയപ്പോഴല്ലേ? എൻ്റെ റബ്ബേ, അവരുടെ മരണം നിന്നെ നല്ലോണം ബാധിച്ചിട്ടുണ്ടാകുമല്ലോ. എല്ലാവരും ഒറ്റയടിക്ക് പോയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഉപ്പയെങ്കിലും ഇപ്പോഴും ഉണ്ട്, അൽഹംദുലില്ലാ, അവൾ പറഞ്ഞു. അവളുടെ മുഖത്ത് വിഷമം നിറഞ്ഞു നിന്നിരുന്നു. ഉപ്പ മാത്രമോ? അപ്പോൾ നിന്റെ ഉമ്മ എവിടെ പോയടി? ഞാൻ കാര്യം മനസ്സിലാകാതെ അവളോട് ചോദിച്ചു. എൻ്റെ ഉമ്മ പടച്ചോൻ്റെ അടുത്തേക്ക് പോയടി. ഒരു 3 കൊല്ലം മുമ്പാണ് ക്യാൻസറിന് അടിമപ്പെട്ട എൻ്റെ ഉമ്മ എന്നെ ഒറ്റക്കാക്കി പോയത്. അവളത് പറയുമ്പോൾ അവളുടെ തൊണ്ടയൊന്ന് ചെറുതായിട്ട് ഇടറിയിരുന്നു. അപ്പോൾ നിന്റെ ഉപ്പാക്ക് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലില്ലേ? അതിൽ കാണിച്ചു കൂടായിരുന്നോ? ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു. എത്ര വലിയ ഹോസ്പിറ്റലും ചികിത്സയും ഉണ്ടായാലും പടച്ചോൻ വിളിച്ചാൽ പോകേണ്ടേ ജുസൈന? ഉപ്പാൻ്റെ ഹോസ്പിറ്റലിനും പണത്തിനുമൊന്നും ഉമ്മാൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവൾ പറഞ്ഞു. അതുവരെ സന്തോഷം നിറഞ്ഞിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് ഈ മരണവാർത്തകൾ പറഞ്ഞതുകൊണ്ട് വിഷമം നിറഞ്ഞതായി. ആ, ഏതായാലും കഴിഞ്ഞതു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ. വാ, നമുക്ക് ആ റൂമിൽ സംസാരിച്ചിരിക്കാം. എന്ന് നിന്നോട് കുറേ പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ തൻ്റെ സങ്കടം ഒരു പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഷെറിൻ എന്നോട് പറഞ്ഞു. എന്നിട്ടെൻ്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ എന്നെ അടുത്ത റൂമിലേക്ക് വലിച്ചു. ഷെറിനോട് സംസാരിച്ചിരുന്ന സമയത്തായിരുന്നു അവിടേക്ക് സൻഹ ഭക്ഷണം കഴിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നത്. അവളുടെ മുഖം ഇപ്പോഴും കടന്നൽ കൊത്തിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് ഞാൻ ഷെറിനോട് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമായിട്ടില്ല. അവളെ കുറ്റം പറയാനും പറ്റിയില്ല. 3 വർഷമായിട്ട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ഒരാളെ ഒരൊറ്റ നിമിഷം കൊണ്ട് വേറെ ആൾ തട്ടിയെടുത്താൽ ആർക്കായാലും ദേഷ്യം പിടിക്കും. നൗറീൻ എപ്പോഴെങ്കിലും എന്നെ മൈൻഡാക്കാതെ വേറെ ആളുകളോട് സംസാരിച്ചാൽ എൻ്റെ മുഖവും ഇപ്പോഴുള്ള സൻഹയുടെ മുഖത്തിൻ്റെ പോലെ തന്നെയാകും. അവൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വിവരം അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഷെറിൻ അവളെ വിളിച്ചത്. എടി സൻഹ, നീ ഇവിടെ വാ, ഞാൻ നിനക്ക് ഇവളെ ജുസൈനയെ പരിചയപ്പെടുത്തി തരാം എന്നവൾ പറഞ്ഞു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കവളെ ആദ്യമേ അറിയാലോ. മാത്രവുമല്ല, എനിക്കപ്പുറത്ത് കുറച്ച് പണിയുമുണ്ട്. ഞാൻ അവിടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൻഹ ഒഴിയാൻ നോക്കി. അത് കുഴപ്പമില്ല, പണിയൊക്കെ വേറെ ആരേലും ചെയ്യും. നീ ഇവിടെ വന്നിരിക്ക്. നിനക്ക് ആദ്യമേ ഇവളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളല്ലേ നീ എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ അതൊന്നും ശരിയല്ലായിരുന്നു എന്ന് ഞാൻ തന്നെ ഇവളെ സ്വയം പരിചയപ്പെട്ടപ്പോഴെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീയും കൂടി ഇവളെ പരിചയപ്പെടണം, നല്ല രീതിയിൽ ഷെറിൻ അവളോട് പറഞ്ഞു. അത് കേട്ട സൻഹ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. ജുസൈന, നിനക്കൊരു കാര്യം അറിയുമോ? ഞാനിവിടെ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ മനസ്സിലാകെ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും നിന്നെയും ഹിബയെയും തമ്മിലടിപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ നിന്നോട് കൂടുതൽ സംസാരിപ്പിച്ചപ്പോൾ
എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചതൊക്കെ കള്ളമാണെന്ന്. നിന്നെ ഞാൻ കൂടുതൽ പരിചയപ്പെടാതെ കണ്ട നിമിഷം തന്നെ എൻ്റെ ശത്രുവാക്കി മുദ്ര കുത്തി. അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു. സോറി. സോറി മോളെ. സോറി ജുസൈന. സോറി ട്ടോ. ഹാ. അതുവരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ മാത്രം എന്നോട് പെരുമാറിയിരുന്ന സൻഹ ഞങ്ങളുടെ കൂടെ കുറച്ചു സമയമിരുന്ന് സംസാരിച്ചതിനു ശേഷം എന്നോടായി പറഞ്ഞു. അത് കുഴപ്പമില്ല. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. അതൊക്കെ അപ്പോൾ തന്നെ മറന്നു കളഞ്ഞിട്ടുണ്ട്. നിനക്ക് ഷെറിനെ നിന്റെ നാത്തൂനായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ സ്ഥാനത്തു ഞാൻ വന്നപ്പോൾ നീ എന്നോട് അങ്ങനെ പെരുമാറിയത്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള നാത്തൂൻ പോരിനുള്ള കാരണം ഞാനാണ്. ഞങ്ങളെ രണ്ടാളെയും നോക്കിക്കൊണ്ട് ഷെറിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നല്ലാതെ നീ ഒറ്റൊരുത്തി വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവൾക്ക് സൻഹ മറുപടി കൊടുത്തു. അതിന് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഷെറിന് വിട്ടുകൊടുത്തില്ല. നീ പറഞ്ഞില്ല എന്ന് വെച്ച് എനിക്കങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നുണ്ടോ? സൻഹ കലിപ്പിൽ അവളോട് ചോദിച്ചു. ബെസ്റ്റ്. ആഗ്രഹിക്കുമ്പോൾ നടക്കുന്ന വല്ലതും ആഗ്രഹിക്കണം. അല്ലാതെ ചന്ദ്രനിൽ പോയി സെൽഫി എടുക്കണം എന്നതിൻ്റെ പോലത്തെ ഓരോ പൊട്ട ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാൻ നിൽക്കരുത്. അവളും ഒരു പിടി കുറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ അവരുടെ തല്ലു തുടങ്ങി. ഞാൻ അതിന് ചന്ദ്രനിൽ പോയി സെൽഫി എടുക്കണം എന്നല്ലല്ലോ ആഗ്രഹിച്ചത്. നിന്നെ എൻ്റെ ഇക്കാക്കാനെ കൊണ്ട് കെട്ടിക്കണം എന്നല്ലേ. അതിത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നിട്ടില്ല. സനഹയുടെ വാദം. നിന്റെ ഇക്കാക്കാനെ കൊണ്ടേ എന്നെ കെട്ടിക്കണമെങ്കിലേ എൻ്റെയും കൂടി സമ്മതം വേണം. അല്ലാതെ സ്വന്തം അങ്ങോട്ട് തീരുമാനിച്ചാൽ പോരാ. അതുവരെ അവരുടെ തല്ല് കണ്ടുകൊണ്ട് ചിരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് വഴക്കിൻ്റെ റൂട്ട് മാറുന്നത് മനസ്സിലാക്കി. ഏതായാലും സോറി ഇബ. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ സ്വന്തം ആങ്ങളുടെ ഭാര്യയാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് വലിയ തെറ്റുന്നത്. അതായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് എന്നോട് സോറി പറയാണ്. ഓ, വല്ലാത്തൊരു ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം ഞാൻ അറിയില്ലേനല്ലോ. എനിക്ക് ഇതിനേക്കാളും എത്രയോ വലുതാണ് ജുസൈന എന്നുള്ളത് എനിക്കറിയില്ലേനി. ജുസൈനെ കുറിച്ച് എനിക്ക് അറിയില്ലേനല്ലോ. അതുകൊണ്ടല്ലോ ഇപ്പം ഞാൻ എന്നെ കെട്ടിക്കണം എന്നൊക്കെ കരുതിയത്. അതിനിപ്പോൾ ഇത്ര ചൂടാവാനൊന്നുമില്ല. ഞാനിപ്പോൾ അവിടെയും ഇവിടെ പോയാണ്ട് ചന്ദ്രനിൽ പോയി ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച് അങ്ങനത്തെ വർത്താനം ഇപ്പം എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ നിങ്ങളെ രണ്ടാളും തമ്മിലടുപ്പിക്കണം എന്നും കരുതിയാണ് അപ്പോൾ ഇവിടെ ഇരുന്നത്. അപ്പം നോക്കുമ്പോൾ അതാ ഓളിൻ്റെ നേരെ തിരിയണ്. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഓ, ഞാനിപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ആരായാലും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ആങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഓളെ സ്വഭാവം ഓളെല്ലാം കൊണ്ട് നല്ലതാണ്, ഓളെ കുടുംബമൊക്കെ നല്ലതെന്ന് കണ്ടാൽ എല്ലാവരും ആഗ്രഹിക്കും. ഒരു പെൺകുട്ടിനെ കണ്ടാൽ ഒന്നിൻ്റെ ആങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. എത്ര ഉമ്മമാരുണ്ട് ഏതെങ്കിലും നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ അതിൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് കുറച്ച് ചെറുപ്പം മുതലേ ആഗ്രഹിക്കണോല്. അത് വലിയ തെറ്റാണോ? അതിപ്പോൾ വലിയ തെറ്റായിന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ അങ്ങനെ തെറ്റായിരുന്നെങ്കിൽ സോറി, ക്ഷമിച്ചാളാം. അതിനിപ്പോൾ ഇത്രമാത്രം വലിയ ഇതൊന്നുമില്ല. ഓ, എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞു കൂട്ടിയത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വല്ലാത്തൊരിതായിപ്പോയി. ഞാനിപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ നന്നായി. കാരണം ഇപ്പോൾ ഇത്ര ചെറിയൊരു കാര്യമായപ്പോൾ ഇതിന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ്. കാരണം എൻ്റെ ഈ നാത്തൂനുണ്ടല്ലോ ജുസൈന, ഓളോട് ഞാൻ എന്തെല്ലാം കാണാൻ ചെന്നേ ചൂടായിക്കൊണ്ടാണ്. പിന്നെ ഓൾ സൽക്കാരത്തിന് വന്നപ്പോൾ ഓളെ ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു. പക്ഷെ ഓളൊന്നും പറഞ്ഞില്ല. ഇപ്പം ഇതുവരെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് നിന്നത്. ഒരുമാതിരി മുഖം ഭാവത്തിലവൾ ഞാൻ നിന്നത്. പക്ഷെ ഒന്നും അവൾ പെരുമാറിയില്ല. പക്ഷേ ഈ അങ്ങനെയല്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ ആങ്ങളെ കൊണ്ട് അന്നൊന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്രത്തോളം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സമ്മതമാണ്, അങ്ങനെ ആക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കളിച്ചിരിയിൽ തുടങ്ങിയ വഴക്ക് അവസാനം സെൻസിറ്റീവായിട്ട് നിന്നു. യാ അല്ലാ, ഇങ്ങനെയാണോ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കേണ്ടത്? ഇതിപ്പോൾ കളി കാര്യമായല്ലോ എന്ന് പറയുന്നതിൻ്റെ പോലെയായി. രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട ഞാൻ അവരോടായി പറഞ്ഞു. പിന്നെ അല്ലാതെ. ജുസൈന, നിനക്ക് തന്നെ മനസ്സിലായില്ലേ എന്ത് പൊട്ടത്തരമാണ് ഇവൾ പറഞ്ഞതെന്ന്? എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം മുഴുവനും പ്ലാൻ ചെയ്യുന്ന ഒരാൾ. ഇതൊക്കെ എവിടുത്തെ പരിപാടിയാണ്? ചൂട് മാറാതെ തന്നെ ഷെറിൻ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും സൻഹയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവൾക്ക് ഷെറിൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായി കൊണ്ടിട്ടാവാം തോന്നുന്നു. അവളുടെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഹലോ മക്കളെ, ഇവിടെ ഞാനാരാ? ജലീലിക്കാൻ്റെ പെണ്ണ്. പിന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ജലീലിക്കാനെ വീണ്ടും കെട്ടിക്കാനാണോ?
ഷെറിൻ, സൻഹയ്ക്ക് നിന്നോട് നല്ലോണം സ്നേഹമുണ്ടായിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ബട്ട് അത് കഴിഞ്ഞു. കലാസ്. ഇനി അതിനെക്കുറിച്ച് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കെന്ത് കിട്ടാനാണ്? ഇങ്ങനെ പരസ്പരം വേദനിപ്പിച്ചിട്ട് നിങ്ങളെന്താ നേടുന്നത്? സൻഹ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അത് അവളോട് നല്ല രീതിയിൽ പറയണം. അല്ലാതെ അവളെ വേദനിപ്പിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ കൊണ്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞതും ഒരു മറുപടിയും തരാതെ സൻഹ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷെറിനും ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ മാത്രം എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞാനും റൂമിൽ നിന്നും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മിയെ തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു എൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഞാൻ വേഗം തന്നെ കോൾ ആരാണെന്ന് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്തു. ഹലോ. ഫോൺ ചെവിയിൽ വെച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, അസ്സലാമു അലൈക്കും. ഇത് ഞാനാണ് ജബിൻ. മറ്റു ഭാഗത്തു നിന്നും ജബിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. വാലൈക്കും അസ്സലാം. അതെനിക്ക് മനസ്സിലായി നീയാണെന്ന്. നിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അവൾക്ക് മറുപടി കൊടുത്തു. ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്.